സ്പീഡ് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മെയിൻ റോഡ്, ചാലശ്ശേരി. നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ H1N1 ബാധിച്ച് പൊന്നാനി സ്വദേശിനി മരിച്ചു. പൊന്നാനി സ്വദേശിനി തരീക്കണക്കം വീട്ടിൽ അഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ 46 വയസ്സുള്ള സൈഫുനസയാണ് മരിച്ചത്. ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യനെ തൃശൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. ഇടുക്കി സ്വദേശിയാണ് അർജുൻ പാണ്ഡ്യൻ. നിലവിലെ കളക്ടർ VR കൃഷ്ണതേജ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയതിനെ തുടർന്നാണ് നിയമനം. പഴുന്നാനയിൽ ബസ് ഡ്രൈവറെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുന്നാന സ്വദേശികളായ പുഴങ്ങരിയിലത്തെ വീട്ടിൽ 30 വയസ്സുള്ള ഫയാസ്, മണപ്പാട്ടുപറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പെരുമ്പിലാവ് കുറ്റിപ്പുറം പാത വളയംകുളം തൃശൂർ പാതയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശക്തമായ കാറ്റിൽ തകർന്നു. വൻ അപകടം ഒഴിവായി. ബുധനാഴ്ച രാവിലെ 11:40 ശക്തമായ കാറ്റിലാണ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണത്. വാഹനാപകടത്തിൽ കൊപ്പം സ്വദേശിയായ യുവാവിനെ ദാരുണാന്ത്യം. കൊപ്പം പുലാശ്ശേരി പുതമന തുരുത്തിങ്കൽ വീട്ടിൽ അജിത് 23 മരിച്ചത്. അജിത് സഞ്ചരിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ചങ്ങരംകുളത്ത് അപകട ഭീഷണിയായി കൂറ്റൻ ഫ്ലക്സ് മാറ്റി. ചങ്ങരംകുളം നഗരമധ്യ കാർ ടാക്സി സ്റ്റാൻഡിന് സമീപം സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യം ചെയ്ത കൂറ്റൻ ഫ്ലക്സ് കീറിയ ശേഷം വലിയ ശബ്ദതരംഗം സൃഷ്ടിച്ച് അപകട ഭീഷണി ഉയർത്തുന്നതായി വെൽ ന്യൂസ് കഴിഞ്ഞ ദിവസത്തെ വാർത്ത നൽകിയിരുന്നു. തുടർന്ന് ഭീഷണിയായ ഫ്ലക്സ് അധികൃതർ ഇടപെട്ട് അഴിച്ചുമാറ്റി. ഇതോടുകൂടി സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു.